നിദ്രയുടെ വീട്ടുകാർ കണ്ടതും ഷോൺ ഒരു ചെറുപുഞ്ചിരിയോടെ അവരുടെ അരികിലേക്ക് നടന്നു. ഐവറി ടോണിൽ വരുന്ന ജുബ്ബയും കസവും മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം. അവനെ തൊട്ടരികിൽ കണ്ടതും നിദ്രയിൽ വെപ്രാളം നിറഞ്ഞു. അവനിലേക്ക് നോട്ടം പായിച്ച ആ നിമിഷം തന്നെയാണ് അവനും അവളെ നോക്കുന്നത്. ഇരുവരുടെയും കണ്ണുകൾ ഒരു നിമിഷം തമ്മിൽ കുറുത്ത് വലിച്ചു. ഇരുവരിലും ഒരു തരം വെപ്രാളം നിറഞ്ഞു. പൊടുന്നനെ ഇരുവരും നോട്ടം മാറ്റിക്കളഞ്ഞു. നിദ്രയെ അവഗണിച്ചുകൊണ്ട് ഷോൺ നിഖിലുമായി സംസാരിച്ചു തുടങ്ങി. അതിനിടയിൽ ഡാനിയേൽ നിദ്രയെ ലിയയ്ക്കും വീട്ടുകാർക്കും പരിചയപ്പെടുത്തി. ലിയ അവൾക്കൊരു ചെറുപുഞ്ചിരി കൈമാറിയപ്പോൾ ലിയയുടെ മമ്മി ഡെയ്സിയും ചേച്ചി ലിനിയും ഒരു തരം പുച്ഛഭാവത്തിൽ അവളെ നോക്കി. ശേഷം ഒന്ന് മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു. അധികം വിലയില്ലാത്ത സാരിയാണ് ഉടുത്തത് എങ്കിലും അത് നിദ്രയ്ക്ക് ഒരു തരം സ്വാഭാവിക ഭംഗി നൽകുന്നുണ്ടായിരുന്നു. അലങ്കാരങ്ങളൊന്നും അധികമില്ലാതെ വളരെ ലാളിത്യത്തോടെ അവൾ അതിനെ ധരിച്ചിരിക്കുന്നു. ആ ലാളിത്യം തന്നെയാണ് അവളുടെ സൗന്ദര്യത്തെ കൂടുതൽ മികവോടെ പ്രകടിപ്പിക്കുന്നത്. കഴുത്തിലൊരു നേരിയ സ്വർണ്ണ ചെയിൻ മാത്രം അവളുടെ കഴുത്തിൻ്റെ മൃദുത്വം കൂടുതൽ ഉയർത്തി കാട്ടുന്നത് പോലെ. കാതിൽ മൊട്ട് പോലെയുള്ള ചെറു കമ്മലുകൾ അവളുടെ മുഖത്തെ നിർമ്മലതയോടുകൂടി ഒതുങ്ങി നിൽക്കുന്നു. നിദ്രയുടെ സൗന്ദര്യം ലിയയുടെ ചേച്ചി ലിനി അസൂയയോടെ നോക്കി നിന്നു. എങ്കിലും പണത്തിൻ്റെ പ്രൗഢി കാട്ടി ലിനിയും മമ്മി ഡെയ്സിയും വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ അവരോട് സംസാരിച്ചു. ശേഷം ഒരുതരം ഭാവത്തോടെ ലിയയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. ചടങ്ങുകൾ ആരംഭിക്കാറായതും ഡാനിയേൽ നിദ്രയും വീട്ടുകാരെ അകത്തേക്ക് ക്ഷണിച്ചു. അധികം വൈകാതെ ചടങ്ങുകൾ ആരംഭിച്ചു. റോണിയും ലിയയും മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞു അൽത്താരയ്ക്ക് മുന്നിൽ നിൽക്കുന്നു. ചടങ്ങുകൾ ആരംഭിച്ചു. പുരോഹിതന്റെ സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹത്തിനുള്ള സമ്മതം അറിയിച്ചു. പ്രാർത്ഥനയുടെ സമയം. നിദ്രയുടെ കണ്ണുകൾ ഷോണിനെ തേടിയെത്തി. ആള് താഴേക്ക് മിഴികൾ നട്ടുകൊണ്ട് ഏകാഗ്രതയോടെ ചടങ്ങിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട്. അവൾ ഏന്തി വലിഞ്ഞു അവനെ മതി വരുവോളം നോക്കി. എല്ലാവരും പ്രാർത്ഥനയിലാണ്. അതിനാൽ കുറച്ചു നേരം അവൾ അതുപോലെ അവനെ നോക്കി നിന്നു. ഷോണിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടി വധൂവരന്മാർക്ക് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന നേരത്ത് ഡാനിയേൽ നിദ്രയെ കൂടി അവരുടെ ഇടയിലേക്ക് ക്ഷണിച്ചു. വധൂവരന്മാരുടെ ഇരു സൈഡിലും ഡാനിയേൽ, സാറ എന്നിവർ യഥാക്രമം നിന്നിട്ടുണ്ട്. സാറയുടെ അരികിൽ റബേക്കയും ആൽബിയും അവരുടെ മകൾ ടിയയും നിന്നിട്ടുണ്ട്. നിദ്ര ഡാനിയേലിൻ്റെ അരികിൽ ചെന്ന് നിന്നു. ഫാമിലി ഫോട്ടോയിൽ ഷോണിൻ്റെ കുറവ് കണ്ടതും ഷോൺ എവിടെ എന്ന് പറഞ്ഞ് എല്ലാവരും ചുറ്റും നോക്കി. പൊടുന്നനെ എവിടെ നിന്നോ ഷോൺ അങ്ങോട്ട് കയറി വന്നു. അവൻ ഇരുവശവും കണ്ണോടിച്ചു. അവനിപ്പോൾ തൻ്റെ അരികിൽ വന്ന് നിൽക്കും എന്നോർത്തതും നിദ്രയിൽ വെപ്രാളം നിറഞ്ഞു. എന്നാൽ അവളുടെ ചിന്തകൾക്ക് വിപരീതമായിരുന്നു അവൻ്റെ പ്രവൃത്തി. അവളെ അവഗണിച്ചു ആൽബിയുടെ അരികിലേക്ക് നടക്കുന്നവനെ കണ്ടതും നിദ്രയുടെ മുഖം വാടി. ഒപ്പം ഡാനിയേലിൻ്റെയും. ചില മുഖങ്ങളിൽ അത് സന്തോഷം നൽകുന്നുണ്ടായിരുന്നു. സാർ, ഒരു നിമിഷം, നിങ്ങൾ ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ക്യാമറമാൻ്റെ പറച്ചിൽ കേട്ട് ഷോൺ തൻ്റെ നടത്തം നിർത്തി. ശേഷം നിദ്രയുടെ അരികിലേക്ക് തിരിഞ്ഞു നടന്നു. നിദ്രയുടെ അരികിൽ നിന്നപ്പോൾ ഒരു നിശ്ചിത അകലം അവൻ പാലിച്ചിരുന്നു. സാർ, ചേച്ചിയോട് ചേർന്ന് നിൽക്കൂ, എങ്കിലേ ഫോട്ടോയ്ക്ക് ഭംഗി ഉണ്ടാവുള്ളൂ, ക്യാമറമാൻ ഷോണിൻ്റെ പ്രവൃത്തി കണ്ട് പറഞ്ഞു. ഉള്ള ഭംഗി മതി, താൻ പെട്ടെന്ന് എടുക്കാൻ നോക്കി എന്നുള്ള അവൻ്റെ ഗൗരവമേറിയ വാക്കുകൾ കേട്ടതും ക്യാമറമാൻ പിന്നീട് ഒന്നും പറയാൻ നിന്നില്ല. അയാൾ ഫോട്ടോസ് തൻ്റെ ക്യാമറയിൽ പകർത്തി. ഒരേ പോസിൽ 2-3 ഫോട്ടോസ്. അതെ, ഫോട്ടോ കഴിഞ്ഞു, ഇനി വീഡിയോ ആണ്, നിങ്ങൾ സംസാരിച്ചോ എന്ന് ക്യാമറാമാൻ പറഞ്ഞതും താൻ ആരോട് സംസാരിക്കും നിദ്ര ഓർത്തു. അവൾ വീഡിയോയിലും ഫോട്ടോയുടെ അതേ പോസിറ്റ് നിന്നു. അവൾക്ക് കരച്ചിൽ വരുന്നുണ്ട്. പരസ്പരം അന്യരെ പോലെ നിൽക്കുന്ന നിദ്രയും ഷോണും തനിക്ക് നേരെ അവൻ്റെ ഒരു നോട്ടം പോലും വരുന്നില്ല എന്ന് കണ്ടതും നിദ്രയ്ക്ക് കൂടുതൽ നേരം അവിടെ നിൽക്കാനായില്ല. അവൾ കരച്ചിൽ കടിച്ചു പിടിച്ച് ഡാനിയലിനോട് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഇടയിൽ അവളൊന്ന് തിരിഞ്ഞു നോക്കി. അന്നേരം ഷോൺ ആണെങ്കിൽ തൻ്റെ കുടുംബാംഗങ്ങളുടെ കൂടെ വീണ്ടും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. തന്നെ ഒന്ന് നോക്കുന്ന പോലുമില്ല. അവൾ മുന്നോട്ട് നടന്നു. നിദ്ര അമ്മയുടെയും നിധിയുടെയും കൂടെ വന്നു നിന്നു. എൻ്റെ ചേച്ചി, ഇങ്ങനെ നാണിച്ച് നിൽക്കാതെ ചേട്ടനോട് വല്ലതും സംസാരിച്ചൂടായിരുന്നോ? പാവം ചേട്ടൻ എന്നുള്ള നിധിയുടെ പറച്ചിൽ കേട്ട് നിദ്രയുടെ കണ്ണുകൾ കൂർത്തു. അവളുടെ കണ്ണുകൾ പിന്നെയും ഫോട്ടോ എടുക്കുന്ന ഭാഗത്തേക്ക് നീണ്ടു. വരൻ്റെയും വധുവിൻ്റെയും വീട്ടുകാരൊരുമിച്ചുള്ള ഫോട്ടോയിൽ ലിയയുടെ ചേച്ചി ഷോണിനോട് തൊട്ടിരുമ്മി നിൽക്കുന്നത് കണ്ടതും നിദ്രയുടെ സങ്കടം ഇരട്ടിച്ചു. ഇവിടെ വെച്ചെങ്കിലും ഈ അവഗണന ഒഴിവാക്കാമായിരുന്നു അവൾ ഓർത്തു. നിത്യേച്ചി, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഷോൺ ചേട്ടൻ്റെ തൊട്ടരികെ നിൽക്കുന്ന ആ ചേച്ചില്ലേ, എന്തൊരു ഭംഗിയല്ലേ. അവർ തമ്മിലാ പെർഫെക്റ്റ് മാച്ച്. ചേട്ടനും നിത്യേച്ചിയും തമ്മിലേ അത്ര പോരാ. ചേട്ടൻ്റെ ആ ലുക്കിനെ ചേച്ചിയുടെ ലുക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല എന്നുള്ള നിധിയുടെ പറച്ചിൽ കൂടി ആയതും നിദ്ര കൂടുതൽ നേരം അവിടെ നിന്നില്ല.
നിറയാൻ വെമ്പുന്ന മിഴികളെ ശാസിച്ചു നിർത്തി അവൾ പുറത്തേക്ക് നടന്നു. നിദ്ര ഒറ്റയ്ക്ക് പുറത്തേക്ക് നടക്കുന്നത് ശ്രദ്ധിച്ച സനീഷ് അവളുടെ പിന്നാലെ നടന്നു. മുറ്റത്തെ ഗാർഡനിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിദ്രയുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിച്ചു. ഷോണിന് തന്നെ ഒട്ടും ഇഷ്ടമല്ലെന്നും താൻ അവന് ചേർന്നവളല്ലെന്നുള്ള യാഥാർത്ഥ്യം അവൾ തിരിച്ചറിഞ്ഞു. ഈ വിവാഹം വേണ്ടിയിരുന്നില്ല എന്നവൾ ചിന്തിച്ചു. നിദ്ര എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? സനീഷിൻ്റെ ചോദ്യമാണ് നിദ്രയെ ചിന്തയിൽ നിന്ന് ഉണർത്തുന്നത്. AC-യുടെ തണുപ്പ് എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ടാണ് പോകുന്നത്. അവൾ തൻ്റെ ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, സനീഷേട്ടൻ എന്തിനാ ഇപ്പോൾ പോന്നേ? നമുക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പോന്നു. മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ടാണ് സനീഷ് അത് പറഞ്ഞത്. നിദ്ര അന്വേഷിച്ച് പുറത്തേക്ക് വന്നതാണ് ഷോൺ. അപ്പോഴാണ് സനീഷുമായി സംസാരിച്ച് നിൽക്കുന്നത് അവന് കാണുന്നത്. ഷോൺ പിന്നെ അങ്ങോട്ട് ചെന്നില്ല, തിരിഞ്ഞു നടന്നു. വിവാഹ തീയതിയും കുറിച്ചും ചടങ്ങുകളൊക്കെയും കഴിഞ്ഞു. ഭക്ഷണവും കഴിച്ചു. ബന്ധുക്കളൊക്കെയും പോയി തുടങ്ങി. എല്ലാവരോടും യാത്ര പറഞ്ഞ് നിദ്രയുടെ വീട്ടുകാരും പോവാനിറങ്ങി. കൂട്ടത്തിൽ അവർ ഷോണിനോടും യാത്ര പറഞ്ഞു. നിദ്ര അവനെ ശ്രദ്ധിക്കാതെ സനീഷിൻ്റെ ഓട്ടോയിൽ ഒട്ടിച്ചേർന്ന് നിന്നിട്ടുണ്ട്. തൊട്ടരികിൽ സനീഷുണ്ട്. ഷോണിൻ്റെ നോട്ടം ഒരു നിമിഷം അങ്ങോട്ട് നീണ്ടു. എന്തോ ഓർത്ത പോലെ ഷോൺ നിദ്രയുടെ അരികിലേക്ക് നടന്നു. തൻ്റെ അരികിലേക്കുള്ള ഷോണിൻ്റെ വരവ് കണ്ടിട്ടും നിദ്ര അവനെ ശ്രദ്ധിച്ചതേയില്ല. ഇത്രയും നേരമായിട്ട് അവൻ തന്നോടൊന്നും മിണ്ടുക പോലും ചെയ്യാത്തതിൻ്റെ പരിഭവം അവളിലുണ്ടായിരുന്നു. തന്നെ നോക്കാതെ ഇങ്ങോട്ടും മിഴികൾ നട്ടിരിക്കുന്ന നിദ്രയുടെ കയ്യിൽ ഷോണിൻ്റെ പിടി വീണു. എന്തോ ഉറച്ചൊരു തീരുമാനം എടുത്ത പോലെ ആയിരുന്നു ഷോണിൻ്റെ ആ പിടി. അവൻ്റെ വിരലുകൾ നിദ്രയുടെ കൈ ചുറ്റിപ്പിടിച്ച നിമിഷം അവൾ ഒന്ന് ഞെട്ടി. പക്ഷേ കൈ വിടുവിക്കാൻ അവൾ ശ്രമിച്ചില്ല. സനീഷിൻ്റെ നോട്ടം താൻ പിടിച്ച അവളുടെ കയ്യിലാണെന്ന് കണ്ട ഷോണിൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമാഞ്ഞു. വാ, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ഷോൺ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അവനൊന്ന് സനീഷിനെ തിരിഞ്ഞു നോക്കി. അവരുടെ പോക്ക് നോക്കി നിൽക്കുകയായിരുന്ന സനീഷ് ഷോണിൻ്റെ തിരിഞ്ഞു നോട്ടം കണ്ട് പെട്ടെന്ന് അവരിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കളഞ്ഞു. നിഖിലേ, ഒരു നിമിഷം, ഞങ്ങൾ പെട്ടെന്ന് വരാം എന്നും പറഞ്ഞുകൊണ്ട് ഷോൺ നിദ്രയും കൂട്ടി പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിച്ചു. അൾത്താരയുടെ അരികിലേക്ക് അവർ പതുക്കെ നടന്നു കയറി. വാതിലടയുമ്പോൾ പുറത്തുള്ള ശബ്ദങ്ങൾ ഒന്ന് മങ്ങിയതായി തോന്നി. അകത്ത് നിശബ്ദത. പ്രാർത്ഥനയുടെ മൃദുവായ ശബ്ദവും മെഴുകുതിരികളുടെ പ്രകാശവും മാത്രം. നിദ്രയുടെ കൈ ഇപ്പോഴും അവൻ്റെ പിടിയിലായിരുന്നു. അവൾ ഒന്ന് തിരിഞ്ഞു ഷോണിനെ നോക്കി. എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? അവളുടെ ശബ്ദം നേർത്തിരുന്നു. അവൻ്റെ മുഖത്ത് പതിവ് ഗൗരവം. കണ്ണുകൾ നേരെ മുന്നോട്ടായിരുന്നു. പള്ളിയുടെ അകത്ത് ഒരു വിശുദ്ധമായ നിശബ്ദത പടർന്നു. അവൻ തന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത് എന്ന പോലെ അവൾ അവനെ തന്നെ നോക്കി. നന്നായി പ്രാർത്ഥിച്ചു, ദൈവമെല്ലാം ഒന്ന് തന്നെയാ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. നിദ്രയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞ് ഇരുവരും കണ്ണു തുറന്നു. ഷോൺ എന്താണോ ചെയ്യുന്നത് അതുപോലെ അവളും ചെയ്തു. ഇരുവരും ഇതുവരെയായിട്ടും കൂടുതലൊന്നും സംസാരിച്ചില്ല. അവൻ ആഴത്തിൽ ശ്വാസം വിട്ടു. പിന്നെ തൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഒരു മോതിരെടുത്തു പതുക്കേത് അവളുടെ വിരലിൽ അണിയിച്ചു. വിശ്വാസം വരാത്ത മട്ടിൽ നിദ്ര അവനെ തന്നെ നോക്കി നിന്നു. പള്ളിയിലെ വിളക്കുകളുടെ മൃദുവായ വെളിച്ചം അവരുടെ മുഖങ്ങളിൽ പതിഞ്ഞപ്പോൾ ആ നിമിഷം സമയം തന്നെ പതുക്കെ നീങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. ശബ്ദങ്ങളെല്ലാം അകലെയായി. അവർക്ക് തമ്മിൽ മാത്രം ഒരു ലോകം രൂപപ്പെട്ടതുപോലെ. മോതിരം അണിഞ്ഞ ശേഷം നിദ്ര തൻ്റെ കൈയൊന്ന് നോക്കി. പിന്നെ ഷോണിനെയും. അവൻ്റെ വിരലുകൾ ഇപ്പോഴും അവളുടെ കൈ വിട്ടിരുന്നില്ല. ആ പിടുത്തത്തിൽ എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ പോലെ. ഇനി നീ ഒറ്റയ്ക്കല്ല എന്നൊരു വാക്ക് പറയാതെ പറഞ്ഞതുപോലെ. അവളുടെ ചുണ്ടിൽ വീണ്ടും ഒരു പുഞ്ചിരി വിരിഞ്ഞു. കണ്ണുകൾ നനഞ്ഞു തുടങ്ങി. പുറത്ത് മണികൾ മുഴങ്ങാൻ തുടങ്ങി. ആ ശബ്ദം അവരുടെ പുതിയ തുടക്കത്തിന് ഒരു അടയാളം പോലെ അവൾക്ക് തോന്നി. അപ്പോൾ ഞാൻ മോതിരം തരണ്ടേ? അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് തരാം. അവൻ്റെ ശബ്ദത്തിൽ ഇപ്പോഴും ഗൗരവം. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചേനല്ലോ. അവൾ പരിഭവിച്ചു. ഇതിപ്പോൾ ഒരു ചടങ്ങായിട്ട് നീ കാണണ്ട. പപ്പയുടെ ഒരാഗ്രഹമായിരുന്നത്, ഞാനത് സാധിച്ചു കൊടുത്തു. ഓ, അച്ഛൻ പറഞ്ഞ് ചെയ്തതാണല്ലേ. ഞാൻ കരുതി ഇയാൾ സ്നേഹത്തോടെ എനിക്ക് അണിയിച്ചു തന്നതാണെന്ന്. നിദ്രയുടെ വാക്കുകളിൽ വേദന കലർന്നിരുന്നു. നീ ഓരോന്ന് ചിന്തിച്ചു കൂടണ്ട. അടുത്ത ആഴ്ച എൻ്റെ ഭാര്യ ആവേണ്ടവളാണ് നീ. അത്ര മാത്രം ഓർത്താൽ മതി. അവൻ്റെ വാക്കുകൾ ഓരോന്നും അവളെ മുറിവേൽപ്പിക്കുന്നുണ്ട്. വാ പോവാം, അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവർ ഒരുമിച്ച് അൾത്താരയിൽ നിന്ന് തിരിഞ്ഞു നടന്നു. ഒരുമിച്ച് നടക്കുമ്പോൾ നിദ്രയുടെ കണ്ണുകൾ ഷോണിൽ മാത്രം ഒതുങ്ങി. അപ്പോഴും അവൻ ഒന്നും സംസാരിച്ചില്ല. ഇത്രയും നേരം ഉണ്ടായ സന്തോഷം അതോടെ മാഞ്ഞുപോയി. അവനൊന്നും മിണ്ടാതെ താനും ഒന്നും മിണ്ടുന്നില്ല എന്നവൾ തീരുമാനിച്ചു. പുറത്ത് നിദ്രയുടെ വീട്ടുകാർ അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വേണേൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം,
സനീഷിൻ്റെ ഓട്ടോയിൽ കയറാൻ നേരം ഷോൺ പറഞ്ഞെങ്കിലും നിഖിൽ സ്നേഹത്തോടെ അത് നിരസിച്ചു. ഫ്ലൈറ്റിലെ വിൻഡോ സീറ്റ് പോലെ ഓട്ടോയിലെ സൈഡ് സീറ്റ് നിദ്രയ്ക്ക് നിർബന്ധമാണ്. ഒന്നുകിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ്. ഇതിപ്പോൾ മാധവി ആദ്യം കയറിയത് കൊണ്ട് നിദ്ര അവസാനം കയറി. ഓട്ടോയിൽ കയറാൻ നേരം നിദ്ര ഒന്ന് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചതായിരുന്നു. എന്തോ അവസാനം മനസ്സവളെ ചതിച്ചു. ആ നിമിഷം തന്നെയാണ് അവനും അവളെ നോക്കുന്നത്. നിദ്ര പൊടുന്നനെ നോട്ടം മാറ്റിക്കളഞ്ഞു. അവൾ ഓട്ടോയിൽ കയറി. നിദ്രയുടെ സാരിയുടെ മുന്താണിയുടെ അറ്റം താഴെ വീണ് കിടക്കുന്നത് കണ്ട ഷോൺ അതെടുത്ത് ഒതുക്കി കൊടുത്ത നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. ഷോൺ തൻ്റെ കൈ പിൻവലിച്ചു. അതിനിടയിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സനീഷിനെ ഷോൺ ഒന്ന് നോക്കി. തൻ്റെ മുഖത്തേക്ക് നോക്കാൻ മടിക്കുന്ന സനീഷിൻ്റെ മുഖം അവൻ പലതവണ ശ്രദ്ധിച്ചതാണ്. ഓട്ടോ മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും ഷോൺ തിരിഞ്ഞു നടന്നു. മോനെ, അവർ പോയോ? ഡാനിയലിൻ്റെ ശബ്ദം കേട്ട് ഷോൺ തിരിഞ്ഞു നോക്കി. പോയി, ഷോൺ മറുപടി പറഞ്ഞു. ഓട്ടോയിൽ വന്ന് മനുഷ്യനെ നാണം കെടുത്തി. ആ ഡെയ്സിയുടെ ഓരോ ചോദ്യങ്ങൾ കേട്ടപ്പോഴേ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ഈ ബന്ധം വേണ്ടിയിരുന്നില്ല. ഡാനിയലിൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന സാറ ഈർഷ്യയോടെ പറഞ്ഞു. മമ്മിയുടെ പറച്ചിൽ കേട്ട് ഷോണിൻ്റെ മുഖം ചുളുങ്ങി. എന്നാൽ പിന്നെ മമ്മി അവർക്കൊരു കാറ് വാങ്ങിച്ചു കൊടുക്ക്, അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? പിന്നെ തൊലി ഉരിയാൻ മാത്രം ഡെയ്സി ആൻറ്റി എന്ത് ചോദ്യമാ ചോദിച്ചേ? ഷോണിൻ്റെ സംസാരത്തിലെ പരിഹാസ്യവും സാരയ്ക്ക് ഇഷ്ടമായില്ല. അത് അവരുടെ മുഖത്ത് പ്രകടമാണ്. ഷോൺ, നിനക്കെന്താ അവളുടെ വീട്ടുകാരെ പറയുമ്പോൾ ഇത്ര പൊള്ളുന്നത്? ഞാനുള്ളതേ പറഞ്ഞുള്ളൂ. എൻ്റെ മമ്മി ഞാനും ഉള്ളതേ പറഞ്ഞുള്ളൂ. പിന്നെ മമ്മി പറഞ്ഞ ഈ അവളുണ്ടല്ലോ, അവളെ എൻ്റെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണാണ്. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് പൊള്ളിയെന്നൊക്കെ ഇരിക്കും. അതുകൊണ്ടേ മമ്മി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലേ നോക്കിയും കണ്ടോക്കിയും പറയണം കേട്ടോ. എന്നാ ഞാൻ പോയി വരാം. അത് പറയുമ്പോൾ ഷോൺ തൻ്റെ മമ്മിയെ ചേർത്ത് പിടിച്ചു. ഷോണിൻ്റെ ആ മറുപടി ഡാനിയലിന് പെരുത്തി ഇഷ്ടമായി. മകനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താലോ എന്ന് വരെ തോന്നിയതാണ്. അതുകൂടി അയാൾ സാറയെ കൂടുതൽ ദേഷ്യത്തിലാഴ്ത്തും എന്നറിയാവുന്നത് കൊണ്ട് അയാൾ മിണ്ടാതിരുന്നു. പപ്പ, ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ്. വൈകുന്നേരം ഒരു സർജറി ഉണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഷോൺ മുന്നോട്ട് നടന്നു. വെറും 2 ആഴ്ച കൊണ്ട് അവൾ എന്ത് കൈവിഷാണോ കൊടുത്തത്. അവളെ കെട്ടാൻ പറ്റില്ല എന്നും പറഞ്ഞ് നടന്നവനാ എന്നും പെറുപിറുത്തുകൊണ്ട് സാറയും അവിടെ നിന്ന് നടന്നു നീങ്ങി. സാറയുടെ പെരുമാറ്റം ഡാനിയലിനെ വേദനയിലാഴ്ത്തി. നിദ്രയോട് സാറ നല്ല രീതിയിൽ പെരുമാറില്ലേ എന്നോർത്തപ്പോൾ അയാളിൽ ആകുലത നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ നിദ്ര കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ആ നേരത്താണ് മാധവി അങ്ങോട്ട് വരുന്നത്. നിത്തു, നിഖിലിൻ്റെ ഫോണിലേക്ക് മോൻ വിളിച്ചിരുന്നു, മാധവി പറഞ്ഞു. മോനോ? ഏത് മോൻ? നിഖിലേട്ടനെ കൂടാതെ അമ്മയ്ക്ക് വേറെയും മോനുണ്ടോ? എൻ്റെ മരുമകനെ എനിക്ക് മകൻ തന്നെയാ. ഓ, ഷോൺ മോൻ. എന്നിട്ട് ആ മോൻ എന്തോ പറഞ്ഞു. ഇന്ന് അവരൊക്കെ കൂടി ഡ്രസ്സ് എടുക്കാൻ പോവാണെന്ന്, നീയും കൂടി ചെല്ലണമെന്ന്. ഞാനെങ്ങുമില്ല. ഒന്നാമതേ അമ്മയുടെ ഷോൺ മോനെ എന്നോട് നേരാവണ്ണം സംസാരിക്കില്ല. അവിടുത്തെ മമ്മിയും കണക്കാ. പിന്നെ ആ പത്രാസ് ടീമും കൂടെ കാണും. എനിക്ക് വയ്യ അവിടെ പോയി പോസ്റ്റ് ആവാൻ. അച്ഛനെ ഓർത്ത് മാത്രമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് പോലും. എൻ്റെ അച്ഛൻ്റെ ഹൃദയം ഡാനിയൽ അച്ഛൻ്റെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം അതെൻ്റെ അച്ഛൻ തന്നെയാണ്. ഒന്നുമില്ലേലും എനിക്ക് അച്ഛനെ എന്നും കാണാമല്ലോ. ഡ്രസ്സൊക്കെ അവർ തന്നെ എടുത്തോട്ടെ. എനിക്കിന്ന് എന്തായാലും കോളേജിൽ പോകണം. നിത്തു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവരെന്ത് കരുതും? അവരെന്ത് വേണേലും കരുതിക്കോട്ടെ. എനിക്ക് കോളേജിൽ പോകണം. നിദ്ര അതും പറഞ്ഞ് തൻ്റെ ബാഗ് ഒതുക്കി വെക്കാൻ തുടങ്ങി. മാധവി കൂടുതലൊന്നും പറയാതെ അടുക്കളയിലോട്ട് നടന്നു. നിത്വേച്ചി, ഇത് ഷോൺ ചേട്ടൻ വിളിക്കുന്നു. നിധി അമ്മയുടെ ഫോണും കൈ പിടിച്ച് അങ്ങോട്ട് വന്നു. അത് കേട്ട് നിദ്രയുടെ മുഖം ചുളുങ്ങി. ചേച്ചി കോളെടുത്തിട്ടുണ്ടേ എന്നുള്ള നിധിയുടെ പറച്ചിൽ കൂടി കേട്ടതും നിദ്രയുടെ കണ്ണുകൾ കൂർത്തു. അവൾ ഫോൺ വാങ്ങി കാതോടടുപ്പിച്ചു. ഹലോ, അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നിധ പറഞ്ഞു നീ പർച്ചേസിന് വരുന്നില്ലെന്ന്. പറഞ്ഞു. അത് പിന്നെ എനിക്ക് നിദ്ര വിക്കി തുടങ്ങി. നല്ല പെയിനുണ്ടോ? എന്താ? അവൻ്റെ ചോദ്യം കേട്ട് അവൾ കാര്യം മനസ്സിലാവാത്ത മട്ടിൽ ചോദിച്ചു. പീരീഡ്സിൻ്റെ വയറുവേദനയാണെന്ന് നിധി പറഞ്ഞു. നല്ല വേദനയുണ്ടോയെന്ന്. അവൻ്റെ പറച്ചിൽ കേട്ട് നിദ്ര നിധിയെ നോക്കി പല്ലിരമ്മി. ചേച്ചി അവരുടെ കൂടെ പോകാൻ ഇഷ്ടമില്ലെന്നല്ല പറഞ്ഞത്. ഒരു കള്ളം പറഞ്ഞ് ഞാൻ രക്ഷിച്ചതല്ലേ? നിധി നിദ്രയുടെ കാതോരം പതിയെ പറഞ്ഞു. ആ, നല്ല വേദനയാണ്, അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞേ. നിദ്ര പറഞ്ഞൊപ്പിച്ചു. ഡേറ്റൊക്കെയും കറക്റ്റാണല്ലോ അല്ലേ? എൻ്റെ ദൈവമേ, ഇയാളെന്തിനാ ഇതൊക്കെയും ചോദിക്കുന്നേ? നിദ്രയ്ക്ക് എന്തോ ചമ്മൽ തോന്നി. എന്താ? കേൾക്കാത്ത മട്ടിൽ അവൾ ചോദിച്ചു. ഡേറ്റൊക്കെയും കറക്റ്റാണോന്ന്. അല്ല,
അവൾ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഡോക്ടറെ കണ്ടായിരുന്നോ? ഇല്ല. എന്താ കാണാഞ്ഞത്? അതിനവൾ മറുപടി പറഞ്ഞില്ല. എന്നാ ഞാൻ ഡോക്ടർ ഷേർലിയുടെ അപ്പോയിൻമെൻ്റ് എടുക്കാം. നാളെ പോയി കാണണം. അയ്യോ, അതൊന്നും വേണ്ട. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇങ്ങോട്ടൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. ഇയാളാരും റേഡിയോ ഇങ്ങോട്ട് പറയുന്നത് മാത്രം കേൾക്കാൻ? നിദ്ര പിറുപിറുത്തു. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചെന്ന് കാണാം എന്ന് പറഞ്ഞതാ. നിനക്ക് ഏത് കളറാ ഇഷ്ടം? കറുപ്പ്. എന്നാൽ പിന്നെ കറുത്ത സാരി എടുക്കാം. നേരെ ശബരിമലയിൽ ചെന്ന് താലി കെട്ടാം. നിന്നോട് ചോദിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ. നിന്റെ കയ്യിൽ ഫോണില്ലേ? ഉണ്ട്. അതിൽ നിന്നും ഒരു മിസ്ഡ് കോൾ ചെയ്യണം ഇപ്പം തന്നെ. ശരി എന്നും പറഞ്ഞു അവൾ കോൾ കട്ട് ചെയ്യാതെ ഫോൺ നിധിയുടെ കയ്യിൽ കൊടുത്തു. നിധി കരുതിയത് നിദ്ര കോൾ കട്ട് ചെയ്തു എന്നാണ്. മിസ്ഡ് കോൾ ചെയ്യണം പോലും. സൗകര്യമില്ല. പള്ളിയിൽ വെച്ച് എന്നോട് പെരുമാറിയതൊന്നും ഞാൻ മറന്നിട്ടില്ല. അന്ന് എന്തൊരു ജാടിയായിരുന്നു. ഡോക്ടർ ഷേർലിയെ പോയി കാണണം പോലും എൻ്റെ പട്ടി കാണും. എനിക്ക് വയറുവേദനയാണെങ്കിലേ അയാൾക്കെന്താ? ഒരു ഡോക്ടർ ഷോൺ വന്നിരിക്കുന്നു. വീട്ടുകാർ അറിഞ്ഞിട്ട പേര് തന്നെയാണ് ഷോൺ. ഷോമാൻ. എന്തൊരു ഷോയാ? പട്ടി ഷോ എന്നും പറഞ്ഞ് നിദ്ര ധൃതിയിൽ പുറത്തേക്ക് നടന്നു. നിദ്രയുടെ പറച്ചിൽ കേട്ട് നിധി വായും പൊളിച്ചു നിന്നു. നിദ്ര പോയെന്ന് ഉറപ്പുവരുത്തിയ നിധി ആർക്കോ കോൾ ചെയ്യാൻ വേണ്ടി ഫോണിൻ്റെ പവർ ബട്ടൺ പ്രസ് ചെയ്തപ്പോഴാണ് കോൾ കട്ടായിട്ടില്ലെന്ന് നിധി അറിയുന്നത്. അയ്യോ, ചേച്ചി പറഞ്ഞതൊക്കെ ചേട്ടൻ കേട്ടിട്ടുണ്ടാവില്ലേ എന്ന മനസ്സിൽ പറഞ്ഞ നിധി കോൾ കട്ട് ചെയ്തതും അടുത്ത നിമിഷം വീണ്ടും ഫോൺ റിങ് ചെയ്തു. ഷോൺ തന്നെയായിരുന്നത്. ഹലോ ചേട്ടാ, ഞാൻ നിധിയാ. ഒരുതരം ഭയത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ ചെവിയോടടുപ്പിച്ചു സ്വയം സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് നിധി പറഞ്ഞു. നിദ്രയുടെ ഫോൺ നമ്പർ എനിക്ക് വാട്സപ്പ് ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഷോൺ കോൾ അവസാനിപ്പിച്ചതോ നിധി ആഞ്ഞൊരു ശ്വാസം വലിച്ചു. അപ്പം തന്നെ നിദ്രയുടെ നമ്പർ നിധി അവൻ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് അവൾ അമ്മ വരുന്നുണ്ടോ എന്ന് നോക്കി ഒരു നമ്പർ ഡയൽ ചെയ്തു. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൾ തൻ്റെ മുറിയിലേക്ക് നടന്നു. ജംഗ്ഷനിലേക്കുള്ള നടത്തത്തിലാണ് നിദ്ര. അതിനിടയിലാണ് അഭിരാമി നിദ്രയെ വിളിച്ച് സംസാരിക്കുന്നത്. നിത്തു, എടി നീ എവിടെ എത്തി? എടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എടി പെട്ടെന്ന് വാ, സിനിമ തുടങ്ങും. ശരി, ഞാൻ എത്തിക്കോളാം. എടി എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ഞാൻ കള്ളം പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുമല്ല, ഡോക്ടർ ഇന്ന് പർച്ചേസിനും വിളിച്ചിരുന്നു. ഞാനാണെങ്കിൽ പോയതുമില്ല. നീ ഇങ്ങനെ പേടിക്കാതെ നിത്തു. ഇത് നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്തല്ലേ. ഇന്നിപ്പോൾ ഗോകുൽ സാറ് എക്സാം ഇടുന്നു പറഞ്ഞിട്ടില്ലേ? എഴുതിയാ പൊട്ടും, ഉറപ്പ്. പൊട്ടിയാ നിനക്കറിയാലോ അയാളുടെ സ്വഭാവം. അതിനേക്കാൾ എഴുതാതിരിക്കുന്നതല്ലേ നല്ലത്. അബി അവളെ സമാധാനിപ്പിച്ചു. ശരി, ഞാൻ പെട്ടെന്ന് വരാം. നിദ്ര കോൾ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. നിദ്ര കൊച്ചേ, കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടല്ലോ. ചുളുവിൽ ഒരു നസ്രാണി ഡോക്ടറെ അടിച്ചെടുത്തൂല്ലേ? ഇനിയിപ്പോൾ അമ്മയ്ക്കും മക്കൾക്കും സുഖമായല്ലോ. അതിനിടയിൽ വഴിയിലൂടെ പോകുന്ന രമണി ചേച്ചിയുടെ കുശലാന്വേഷണം. അതേലോ, അടിച്ചെടുത്തതാ. ഈ നസ്രാണി ഡോക്ടറെ രമണി ചേച്ചിയുടെ മോനൊന്നും അല്ലല്ലോ. ഉരുളയ്ക്ക് ഉപ്പേരി, അതാണ് നിദ്രയുടെ ഒരു രീതി. അത് കഴിഞ്ഞ് പായസം. അല്ല രമണി ചേച്ചിയെ, മോനെ ഒരു അന്യമതക്കാരിയെ വിളിച്ചിറക്കി കൊണ്ടുവന്നു എന്ന് കേട്ടു. മരുമോൾക്ക് സുഖാണല്ലോ അല്ലേ? നിദ്ര അവരുടെ വായ അഴപ്പിക്കും വിധത്തിൽ തിരിച്ചു ചോദിച്ചു. രമണി മറുപടി പറയാതെ മുന്നോട്ട് നടന്നു. അടുത്ത നിമിഷം പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും കോൾ വന്നതും നിദ്ര കോൾ അറ്റൻഡ് ചെയ്തു. അത് ഷോൺ ആയിരുന്നു. ഫോൺ വിളി പതിവില്ലാത്തത് കൊണ്ട് അവൾക്ക് നമ്പർ അത്ര പരിചയമില്ലായിരുന്നു. ഹലോ, ഇത് ഞാനാ. ഞാനോ? ഏത് ഞാൻ? പേര് പറയടോ. നിദ്രയുടെ മൂടത്ര ശരിയല്ലായിരുന്നു. അവൾ കടുപ്പിച്ച് ചോദിച്ചു. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാവാൻ ഇയാൾ എൻ്റെ കുഞ്ഞമ്മയുടെ മോനൊന്നുമല്ലല്ലോ. അവളുടെ സംസാരം കേട്ട് ഷോണിന് ചൊറിഞ്ഞു വന്നു. ഡി, ഷെടാ, എൻ്റെ ഫോണിലേക്ക് വിളിച്ച് എന്നെ എടീന്ന് വിളിക്കുന്നു. നീ ആരടാ? നിന്റെ മറ്റവൻ. ഷോൺ ദേഷ്യത്തോടെ കോൾ അവസാനിപ്പിച്ചു. നേരില്ലാതെ നേരത്താണ് അവൻ്റെ ഒരു നേരം പോക്ക്. കഷ്മണൻ. നിദ്ര അവനെ പ്രാഗിക്കൊണ്ട് മുന്നോട്ട് നടന്നു. അതിനിടയിലാണ് ഇത് ഞാനാ എന്ന വാചകം അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നതും വിളിച്ചവൻ്റെ ശബ്ദം ഷോണിൻ്റെ ശബ്ദത്തോട് സാമ്യമുണ്ടെന്നും അവൾ മനസ്സിലാക്കുന്നതും. അവൾ അപ്പം തന്നെ തിരിച്ചു വിളിച്ചുവെങ്കിലും അവൻ കോൾ എടുത്തില്ലായിരുന്നു. അഭിരാമി ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. നിദ്രയുടെയും അബിയുടെയും വീട് 2 റൂട്ടിലാണ്. ബസ് കാത്തു നിന്ന അബിയുടെ മുന്നിലേക്ക് അമ്പാടി ബസ് വന്നു നിന്നതും കയറണോ വേണ്ടയോ എന്ന പോലെ അവളൊന്ന് ആലോചിച്ചു നിന്നു. ശേഷം അവൾ ബസ്സിൽ കയറി.
അബി ബസ്സിൽ കയറുന്നത് നിഖിൽ ശ്രദ്ധിച്ചിരുന്നു. ഡ്രൈവറുടെ തൊട്ടരികിലാണ് അബി നിന്നിട്ടുള്ളത്. നിഖിൽ അവളെ നോക്കി പുഞ്ചിരിച്ചതും തിരികെ അവളും അവനൊരു പുഞ്ചിരി കൈമാറി. ബസ് മുന്നോട്ട് നീങ്ങി തുടങ്ങി. ബസ് കുറച്ച് ദൂരം പിന്നിട്ടതും ഡ്രൈവർക്ക് നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ നിന്നും ഒരു ചേച്ചി എഴുന്നേറ്റു. നിഖിൽ അന്നേരം അബിയോട് ഇരുന്നോളാൻ പറഞ്ഞു. ഇരുവരുടെയും സംസാരം ശ്രദ്ധിച്ചു. ആ സീറ്റിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ജനനി. അബി അവളുടെ അരികെ വന്നിരുന്നതും ജനനി അബിയെ നോക്കി പുഞ്ചിരിച്ചു. ആ ഡ്രൈവർ കുട്ടിയുടെ ആരാ എന്നുള്ള അവളുടെ ചോദ്യം കേട്ട് അബിയുടെ പുരികം ചുളിഞ്ഞു. എൻ്റെ കൂട്ടുകാരിയുടെ ചേട്ടനാ, അബി മറുപടി പറഞ്ഞു. അതല്ലാതെ വേറെ ബന്ധം ഒന്നുമില്ലല്ലോ എന്നുള്ള അവളുടെ അടുത്ത ചോദ്യം കേട്ട് അബി അവളെ ഒന്നിരുത്തി നോക്കി. ഉണ്ടോ? അവൾ ചോദ്യം ആവർത്തിച്ചു. ഉണ്ടെങ്കിൽ? അവളുടെ ചോദ്യം കേട്ട് അബി തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഉണ്ടല്ലേ? അവൾ നിരാശയോടെ വീണ്ടും ചോദിച്ചു. എന്താ ഇപ്പോൾ കുട്ടിക്ക് വേണ്ടേ? എനിക്ക് അയാളെ വേണം, ആ ഡ്രൈവറെ. അതിനുവേണ്ടി ഒരാഴ്ചയായി ഞാൻ ഈ ബസ് കയറി ഇറങ്ങുന്നു എന്നുള്ള ജനനിയുടെ പറച്ചിൽ കേട്ട് അബി അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കിപ്പോയി. എന്താ പേര്? അബി ചോദിച്ചു. ജനനി, അവൾ മറുപടി പറഞ്ഞു. ഞാൻ അഭിരാമി. ജനനിക്ക് ഇക്കാര്യം നിഖിലേട്ടനോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? വെറുതെ ഞാനൊരു ഹംസമാവണോ? നിഖിലെന്ന ആളുടെ പേര്? അവൾ ചോദിച്ചു. ആ. ഇരുവരും സംസാരിക്കുന്നതിനിടയിൽ കോളേജ് സ്റ്റോപ്പെത്തി. അബി ഇറങ്ങുന്നത് കാണാഞ്ഞതും ഇറങ്ങുന്നില്ല എന്ന പോലെ നിഖിൽ അവളെ നോക്കി. കോളേജിലേക്കാണെന്ന് പറഞ്ഞ് സിനിമയ്ക്ക് ഇറങ്ങിയതാണല്ലോ. ഇവിടെ ഇറങ്ങിയില്ലേ ചിലപ്പോൾ ഞാൻ മാത്രമല്ല നിദ്രയും പിടിക്കപ്പെടാം എന്ന തോന്നലിൽ അബി അവിടെ ഇറങ്ങി. അവളോട് എന്തൊക്കെയോ ചോദിക്കാനുള്ളത് കൊണ്ട് കൂടെ തന്നെ ജനനിയും ഇറങ്ങി. അബി ഇറങ്ങുന്നതും മുന്നോട്ട് നടക്കുന്നതും നിഖിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്പാടി ബസ് പോയതും അബി ആഞ്ഞൊരു ശ്വാസം വലിച്ചു അടുത്ത ബസ്സിനായി കാത്തിരുന്നു. തൊട്ടരികിൽ നിൽക്കുന്ന ജനനിയെ അബി ഒന്ന് ഇരുത്തി നോക്കി. എന്താ ഉദ്ദേശം? അബി ചോദിച്ചു. അതെ, എനിക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ആളെ സെറ്റാക്കി തന്നാലേ തനിക്ക് ഞാനൊരു ഫുൾ മന്തി വാങ്ങിച്ചു തരാം, ജനനി പറഞ്ഞു. സീരിയസോ അതോ ടൈം പാസോ? അബി ചോദിച്ചു. സീരിയസാ. ഇതിനു മുൻപ് എത്ര പേരെ തേച്ചിട്ടുണ്ട്? ആരെയും തേച്ചിട്ടില്ല, ഇതെൻ്റെ ഫസ്റ്റ് ലവാ, അവൾ നിഷ്കുവായി പറഞ്ഞു. അപ്പോഴേക്കും അടുത്ത ബസ് വന്നു. അതെ, മന്തി മോഹിച്ചിട്ടാണെന്ന് കരുതരുത്, ഞാൻ സഹായിക്കാം. എന്ന് വെച്ച് മന്തി വേണ്ടെന്നും ഞാൻ പറയില്ല. താൻ ഒരു കാര്യം ചെയ്യ്, ഇതെൻ്റെ നമ്പരാ. സമയം പോലെ എനിക്ക് വിളിക്ക്, ഞാനേ പറ്റുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ ഇത്തിരി ബിസിയാ എന്നും പറഞ്ഞ ധൃതിയിൽ തൻ്റെ നമ്പർ എഴുതി അവൾക്ക് നൽകി. അബി ആ ബസ്സിൽ കയറിപ്പോയി. ടൗണിൽ വെച്ച് നിദ്രയും അബിയും കണ്ടുമുട്ടി. അവർ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടക്കുന്നതിനിടയിലാണ് ഷോണിൻ്റെ വണ്ടി അതുവഴി കടന്നു വരുന്നത്. വയറുവേദനയാണെന്ന് പറഞ്ഞവൾ ഇവിടെ. അവൻ ചിന്തിക്കാതിരുന്നില്ല. അവർ ഓട്ടോയിൽ കയറിയതും ഷോൺ അവരെ ഫോളോ ചെയ്തു. ഓട്ടോ തിയേറ്ററിന് മുന്നിൽ വന്നു നിന്നു. നിദ്രയും അബിയും ധൃതിയിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് നടന്നു. പിന്നാലെ വന്ന ഷോൺ ഇതൊക്കെയും കാണുന്നുണ്ടായിരുന്നു. തിയേറ്ററിൻ്റെ അകത്ത് മങ്ങിയ വെളിച്ചം മാത്രം. സ്ക്രീനിൽ പരസ്യങ്ങൾ മാറി തെളിഞ്ഞുകൊണ്ടിരുന്നു. ആളുകൾ പതുക്കെ സീറ്റുകളിൽ ഇരുന്നു. ശബ്ദം കുറയാൻ തുടങ്ങി. നിദ്ര തൻ്റെ കൂട്ടുകാരി അബിയുടെ കൂടെ ഇരുന്ന് എന്തോ പറയുമ്പോഴായിരുന്നു അവളുടെ കണ്ണ് ഒന്ന് വഴുതിപ്പോയത്. അവളൊന്ന് നിശ്ചലമായി. തങ്ങളിരിക്കുന്ന അതേ നിരയിൽ 2 ചെയറുകൾക്കപ്പുറം ഷോൺ. ഒരു നിമിഷം അവളുടെ ശ്വാസം തന്നെ നിൽക്കുന്നത് പോലെ തോന്നി. ഇയാളിവിടെ, അവൾ ചിന്തിച്ചു. അവൾ പെട്ടെന്ന് തല തിരിച്ചു. അവൻ കാണാതിരിക്കാനായി അവൾ തല താഴേക്ക് കുനിച്ചു. എന്താ? അബി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഡോക്ടർ ഷോൺ അവിടെ. നിദ്രയുടെ ശബ്ദം മുഴുവൻ കേൾക്കാത്ത പോലെ അബി ഒന്ന് നോക്കാൻ ശ്രമിച്ചു. പക്ഷെ നിദ്ര അവളെ പിടിച്ചു നിർത്തി. എടി നോക്കല്ലേ, അങ്ങേര് കാണും. നിദ്രയുടെ ഉള്ളിൽ ഒളിച്ചെത്തിയതിൻ്റെ കുറ്റബോധം, പിടിയിലാകുമോ എന്ന പേടി, അതിനൊപ്പം അപ്രതീക്ഷിതമായി അവനെ കണ്ടതിൻ്റെ ഒരു ചെറിയ സന്തോഷവും. സ്ക്രീനിലെ വെളിച്ചമിടയ്ക്കിടെ അവൻ്റെ മുഖത്തേക്ക് പതിഞ്ഞു. അവൻ സീറ്റിൽ ഒന്ന് നേരെ ഇരുന്നു. ഫോണിൽ എന്തോ നോക്കുന്നു. നിദ്ര പതുക്കെ കണ്ണുയർത്തി ഒന്ന് നോക്കി. ശേഷം വീണ്ടും താഴേക്ക്. അവൻ കണ്ടോ? അവൾ സ്വയം ചോദിച്ചു. അടുത്ത നിമിഷം ഷോൺ തല ഒന്ന് തിരിച്ചു. അവളുടെ ഹൃദയം ഒന്ന് അടിച്ചു വീണ പോലെ. നിദ്ര പെട്ടെന്ന് അബിയുടെ പിന്നിലേക്കൊന്ന് മറഞ്ഞു. ശ്വാസം പിടിച്ചു. ഒരു നിമിഷം, രണ്ടാമത്തെ നിമിഷം. ഒന്നും സംഭവിച്ചില്ല. അവൾ പതുക്കെ കണ്ണുയർത്തി നോക്കി. ഷോൺ വീണ്ടും മുന്നോട്ടേക്ക് നോക്കുകയാണ്. കണ്ടില്ല. അവൾ ഉള്ളിലൊന്ന് ശ്വാസം വിട്ടു. പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല അവൻ നേരത്തെ തന്നെ കണ്ടിരുന്നുവെന്ന്. അവൻ്റെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു. ഒളിച്ചാലും ഞാൻ നിന്നെ കണ്ടുപിടിക്കും എന്ന പോലെ. ആ പുഞ്ചിരി ഇരുട്ടിനുള്ളിൽ പോലും മറഞ്ഞില്ല. ഷോൺ മുന്നോട്ടേക്ക് നോക്കുന്നത് പോലെ ഇരുന്നെങ്കിലും അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ ഭാഗത്തായിരുന്നു.
അവൾ ഒളിക്കാൻ ശ്രമിക്കുന്ന ഓരോ ചെറു ചലനവും അവൻ ശ്രദ്ധിച്ചിരുന്നു.